ഹായ് ഗായ്സ്. തുടക്കം തന്നെ അലമ്പിയല്ലേ. ഫ്ലാഷ് അങ്ങനെ മിന്നി നിൽക്കുകയാണ്. 2 മുതൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കിത് വലിയ പുത്തരിയൊന്നുമല്ല. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഇന്നത്തെ വീഡിയോക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. എൻ്റെ കൺമുമ്പിൽ കണ്ട പലതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഞാനും അതും കുറച്ച് കഥകളും മാത്രം. കോളേജും ഹോസ്റ്റലും ഒക്കെ ലീവായത് കാരണം വീട്ടിൽ തന്നെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് കിടക്കുക എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന പരിപാടി. പക്ഷേ അതൊരു പരിപാടിയല്ല. കാരണം ഹോളി വീക്ക് കഴിഞ്ഞ് ചെല്ലുന്ന ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെയാണ് അങ്ങോട്ട് അടിയുടെ ഇടികൂട്ട വെടികൂട്ട പൊട്ടി പൂരം എന്ന് പറയാറുള്ളത്. വിഷമിച്ച് ആ സങ്കടം മാറ്റാൻ വേണ്ടി നേരെ കിച്ചണിലേക്ക് ചെന്ന് കുറച്ച് ചോറും തലേദിവസത്തെ ഭയങ്കര നല്ല ഉണക്കമീൻ ചുട്ടതുകൊണ്ടായിരുന്നു. ഉണക്കമീൻ ഇങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ചുട്ടെടുക്കുന്ന കേട്ടോ. പിന്നെ ഇതാ പുറത്തേക്ക് വെയിലത്തോടെ മുറ്റത്തേക്ക് ലാവിഷായിട്ട് സൺസ്ക്രീൻ പോലും സൂര്യനെ ഉമ്മ വെച്ച് നടത്തും. എൻ്റെ ഉമ്മയുടെ എഫക്റ്റ് എന്തായാലും കുറച്ചും എൻ്റെ ഫേസിൽ നല്ല പോലെ വിസിബിൾ ആവും. ഓക്കെ, സങ്കടം മാറാൻ വേണ്ടി ഞാൻ പിന്നെയും ആ വെയിലത്തോട് തന്നെ നടന്നു. എൻ്റെ വെയിലിന് പ്രത്യേകത ദാസാച്ചൻ്റെ കൃഷിയാണ്. ചുറ്റും കോവല്, ചക്ക, പ്ലാവ്, മാങ്ങ അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് നിങ്ങൾക്കറിയാം എന്താ, ഇത് നമ്മുടെ കൊടംപുളിയില്ലേ മീൻകറിക്കത്തൊക്കെ ഇടുന്നത്. ഇതിൻ്റെ സീസണായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ആ പുളിയുടെ ചുവട്ടിൽ അങ്ങനെ വിശാലമായി പാടത്തേക്ക് നോക്കിയിരുന്നു. എന്തിനാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഗൈസ്. നോക്കൂ കേട്ടോ, കോവൽ കൃഷി. ഇതിൽ നിറച്ചും കോവലാണെന്ന് വെച്ചാൽ ഇതിപ്പം ഒരുപാടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഇതിൻ്റെ ആ ഇടയ്ക്കൊക്കെ ഒരുപാട് കോവൽ കിടപ്പുണ്ട്. ഇത് നമുക്ക് ചക്ക